സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 മാത്സിൻ്റെ വേസ് ടു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. നേരത്തെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റ് ലിങ്കിൽ നിന്ന് കാണാം. ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. നമുക്ക് ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇത് ഈ ലെസൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. പ്രാക്ടീസ് ടൈം ആണ്. 576 ബുക്സ് ആർ ടു ബി പാക്ക്ഡ് ഇൻ ബോക്സ്. ഇഫ് വൺ ബോക്സ് ഹാസ് 24 ബുക്സ്, ഹൗ മെനി ബോക്സസ് ആർ നീഡഡ്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പോർഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു സാധനത്തിൻ്റെ വില തന്നിട്ട് ഒരുപാട് എണ്ണത്തിനെ കാണാൻ പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി കുറേ എണ്ണത്തിൻ്റെ തന്നിട്ട് ഒരെണ്ണത്തിനെയാണ് കാണാൻ പറയുന്നതെങ്കിൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു 576 ബുക്ക് ഒരു ബോക്സിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സ് 576 ബുക്സാണ് ബോക്സസിലായിട്ട് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്, പല ബോക്സസിലായിട്ടോ. അതിൽ ഒരു ബോക്സിൽ 24 ബുക്കുണ്ട്. അപ്പോൾ ഒരു ബോക്സിൽ 24 ബുക്ക് വെച്ച് 576 ബുക്ക് പാക്ക് ചെയ്യാൻ എത്ര ബോക്സ് വേണം? അതാണ് നമ്മുടെ ചോദ്യം. ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് 576 ആണ്. ഒരു ബോക്സിൽ 24 ബുക്ക്. അങ്ങനെയാണെങ്കിൽ 576 ബുക്ക് എത്ര ബോക്സസിൽ? 576 ഡിവൈഡഡ് ബൈ 24. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 24 എന്ന് പറയുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കറിയത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, 24 ഇൻറ്റു നോക്കുക, ഇൻറ്റു 2 നോക്കുക. 2 1 ചെയ്ത് കഴിഞ്ഞാൽ 24 തന്നെയാണല്ലോ. 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 48. പിന്നെ 3 ചെയ്ത് കഴിഞ്ഞാൽ ഈ 57നെക്കാട്ടി വലിയൊരു നമ്പർ. അപ്പോൾ 24 എന്ന് പറയുന്നത് 5-നകത്തിൽ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 2 നമ്പർ എടുത്തു. 57 എന്ന് പറയുന്ന നമ്പർ എടുത്തു. അന്നേരം 48 2 മൈനസ് ചെയ്യാൻ 96 ആണ് വരുന്നത്. 96 24 ഇൻറ്റു 4 എന്ന് പറയുന്നത് 96. നമുക്ക് നോക്കാം. 24 ഇൻറ്റു 2 നമുക്ക് 48 എന്ന് കിട്ടിയിട്ടുണ്ട്. 24 ഇൻറ്റു 3 എത്രയാണ്? 12. റിമൈനിങ് 1 2 3 6 7 72 വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 4 കൊണ്ട് നോക്കാം. 24 ഇൻറ്റു 4 ചെയ്യുക. 4 ചെയ്യുമ്പോൾ നമുക്ക് 96 ആണ് കിട്ടുന്നത്. അപ്പോൾ എത്ര ബോക്സ് വേണം? 24 ബോക്സിലാണ് നമുക്ക് ഈ 576 ബുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈസറും 24 ആണ്, കോഷ്യൻ്റും 24 ആണ്. കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 836 people are watching a movie in a hall. If the hall has 44 rows, how many people can sit in one row? അതായത് 836 ആൾക്കാരുണ്ട്. അവരിങ്ങനെ മൂവി കാണാൻ വേണ്ടിയിട്ട് റോസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോളിൽ മൊത്തം കൂടെ എത്ര എണ്ണം ഉണ്ട്? 44 റോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റോയിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്രയാണ്? 836. റോസിൻ്റെ എണ്ണം 44. അപ്പോൾ ആ ടോട്ടൽ നമ്പറിനെ റോസിൻ്റെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ആൻസർ എത്രയാണ്? 19. അപ്പോൾ ഒരു റോയിൽ എത്ര പേരാണ് ഇരിക്കാൻ പറ്റുന്നത്? 19 പേർക്ക് ഇരിക്കാൻ പറ്റും. ഡിവിഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അടുത്തത്. എ ഗാർഡനർ ബ്രോട്ട് 458 ആപ്പിൾ ട്രീസ്. ഹി വാണ്ട്സ് ടു പ്ലാന്റ് 15 ട്രീസ് ഇൻ ഈച്ച് റോ. ഹൗ മെനി റോസ് ആർ ദർ ഇൻ ദ പ്ലാന്റ്? നോക്കി, 458 ആപ്പിൾ ട്രീസ് ഉണ്ട്. അതായത് എന്താ വേണ്ടത്? ഹി വാണ്ട്സ് ടു പ്ലാന്റ് 15 ട്രീസ് ഇൻ എ റോ. ഒരു നിരപ്പെ 15 എണ്ണം നടാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 458 പ്ലാന്റ് നടാൻ എത്ര റോസ് നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് ചോദ്യം. അതായത് 458 15 റോസ് ആണ്. 458 നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ നമ്പർ നോക്കുമ്പോൾ 4 ആണ്. അത് 4-നകത്തുനിന്ന് ഒരു 15 എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 45 ഒന്നിച്ചെടുക്കുന്നു. 45ന് 15 എത്ര പ്രാവശ്യം പറ്റും? 3 45. നോക്കിയേ, 0 8. നമുക്കറിയാം 8-നകത്തുനിന്ന് ഇവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ്ട് ഇവർ രണ്ടും കൂടെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി.
പക്ഷേ ഇവിടെ നമുക്ക് എത്ര നമ്പറാണ് വരുന്നത്, അതായത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ എത്ര നമ്പറാണെന്നുള്ളത്. അടുത്ത നമ്പർ എടുത്ത് എഴുതിയപ്പോൾ 8ആണ്. ഈ 8 പറയുന്ന സംഖ്യ 15-അതിൽ, അതായത് 8 പറയുന്ന സംഖ്യയിൽ നിന്ന് ഒരു 15 എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. 8 ചെറിയ സംഖ്യയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളതിന് ആൻസറിനകത്ത് ഒരു 0 കൊടുക്കണം. അത് റിവിഷനിൽ മസ്റ്റായിട്ടുള്ളതാണ്, നിങ്ങളത് മറക്കാതെ ചെയ്യുക. അപ്പോൾ 30 റോസായിട്ട് അദ്ദേഹത്തിന് അത് പ്ലാന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി ഒരു 8 ട്രീസ് ബാക്കി വരുന്നുണ്ട് കേട്ടോ. Shamili brought a battery. She reads on its life 2000 hours. She uses it throughout the day and night. How many days will the battery run? നമ്മുടെ ഷ്യാമിലി ഒരു ബാറ്ററി വാങ്ങിച്ചേ. ബാറ്ററിക്ക് 2000 ഹവേഴ്സ് വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൾ ഡേയും നൈറ്റും എല്ലാം ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും? ബാറ്ററിയുടെ ഇതെന്ന് പറയുന്നത് 200 അല്ല കേട്ടോ, ഒരു 0 ഇട്ടുണ്ട്. 2000 ഹവേഴ്സാണ്. ഇത് 24 മണിക്കൂറുമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ 2000 ഹവേഴ്സ് 24 മണിക്കൂറും വർക്ക് ചെയ്താൽ എങ്ങനെയാണ്, എത്ര മണിക്കൂറാണെന്ന് നോക്കാം. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഈ 2000-നെ നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 20-ക്കകത്തൊന്നും നമുക്ക് ഒരു 24 എടുക്കാനില്ല. 20 ചെറിയ സംഖ്യ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 200 ഒന്നിച്ചെടുക്കണം. 200 ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 24 × 8 192. ഇത് വീണ്ടും മൈനസ് ചെയ്യുക. 8ആണ് റിമൈൻഡർ വരുന്നത്. 8-നകത്ത് പറ്റത്തില്ലല്ലോ, നമ്മളതിപ്പോൾ അടുത്ത നമ്പറൂടെ എടുത്തു 80. ഈ 0 താഴോട്ട് ഇറക്കി 24 3 ടൈംസ് ആകുമ്പോൾ 72 ആവും. എഗെയിൻ 8. നോക്കിയേ, 83 ദിവസമാണ് ഈ ബാറ്ററി റൺ ചെയ്യുന്നത്. ഒരു റിമൈനിങ് 8 ഉണ്ട്. പക്ഷെ നമ്മളോട് കംപ്ലീറ്റ് എത്ര ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 83 എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ റിമൈൻഡറിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മിക്സ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. A tank is full of 300 liters of water. How much water will be filled? 25 tanks. If 15 buckets can be filled in the tank of the water, how many buckets in all can filled with the water in 25 tanks? ഒരു ടാങ്കിൽ 300 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 ടാങ്കിൽ, ഇങ്ങനത്തെ ഒരു ടാങ്കിൽ 300 ലിറ്റർ ഉണ്ട്. 25 ടാങ്കിൽ എത്ര വെള്ളം കാണും? പിന്നെ ഇഫ് 15 ബക്കറ്റ്സ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 1 ടാങ്ക് ഓഫ് വാട്ടർ, ഒരു ടാങ്കിനകത്ത് 15 ബക്കറ്റ് വെള്ളം നിറയുമെങ്കിൽ ഹൗ മെനി ബക്കറ്റ്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ ദിസ് വാട്ടർ 25 ടാങ്ക്? ഈ 25 ടാങ്കിലേക്ക് എത്ര ബക്കറ്റ് വെള്ളം വേണം? അപ്പോൾ ഒരു ടാങ്കിൽ മൊത്തം എത്ര ഉള്ളത്? 300 ലിറ്റർ. വാട്ടർ 25 ടാങ്കിനകത്ത് എത്ര? അപ്പോൾ ഒരു ടാങ്കിന് 300 ആണ്. 25 ആകുമ്പോൾ 300 × 25 എത്രയാണ്? 7500. ഇനി ഒരു ടാങ്കിൽ എത്ര ബക്കറ്റ് വെള്ളം വേണം? 15 ബക്കറ്റ്. എത്ര ടാങ്കുകളുണ്ട്? 25. 25 × 15 375 ബക്കറ്റ്സ് ആണ് വരുന്നത്. ദെൻ അടുത്തത് നോക്കി, ക്വസ്റ്റ്യൻ നോക്കാം. There are 28 ladoos in 1 kg. How many ladoos will be there in 12 kg? If 16 ladoos can be packed in one box, how many boxes are needed pack of all these ladoos? നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 1 കിലോ ലഡുവിൽ 28 എണ്ണം ഉണ്ട്. 1 കിലോ ലഡു എന്ന് പറഞ്ഞാൽ 28 എണ്ണം. അങ്ങനെയാണെങ്കിൽ 12 കിലോ എന്ന് പറഞ്ഞാൽ 28 × 12 മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഇതാണ് കേട്ടോ. ഇനി നോക്കി, അത് 336 എന്നാണ് ആൻസർ വരുന്നത്. ഇനി ഈ 336 ലഡൂസ് നമുക്കിപ്പം ഉണ്ട്. ഇത് ഇവിടെ വരേണ്ട ഇതിൻ്റെ ആൻസറാണ്. അടുത്ത നമ്പർ ഓഫ് ലഡൂസ് ഇൻ 1 ബോക്സ് 16. ടോട്ടൽ നമ്പർ ഓഫ് ലഡൂസ് എത്രയാണ്? 336. ഹെൻസ് നമ്പർ ഓഫ് ബോക്സസ് നീഡഡ് ഫോർ 336 ലഡൂസിന് എങ്ങനെയാണ് കാണുന്നത്? 336 ഡിവൈഡഡ് ബൈ 16. 336 ഡിവൈഡഡ് ബൈ 16 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻസർ എത്ര വരുന്നത്? 21. അത് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. 336 ഡിവൈഡഡ് ബൈ 16. 2 വരുമ്പോൾ എത്ര വരും? 30.
2 36 3 minus 2 160 116 റിമൈൻഡർ 0. സോ 21 എന്നാണ് ആൻസർ വരുന്നത്. 1 ബോക്സസ് ആണ് വേണ്ടത്. അടുത്ത there are 26 rooms in a school. Each room has 4 plants. Each plant need 2 cups of water. How much water do we need for all the plants? ഒരു സ്കൂളിൽ 26 റൂമുണ്ട്. ഓരോ റൂമിലും 4 പ്ലാന്റ് ഉണ്ട്. ഓരോ പ്ലാന്റിനും 2 കപ്പ് വെള്ളവും വേണം. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വെള്ളം ആ പ്ലാന്റ്സിനെല്ലാം കൂടെ വേണം എന്നാണ് ചോദ്യം. 4 പ്ലാന്റ്സിന് എത്ര കപ്പ് വെള്ളം വേണം? 8 കപ്പ്. കാര്യം 4 ഗുണം 2 ഒരെണ്ണത്തിന് 2 വെച്ച് 4 കപ്പ് വെള്ളം. സോ 4 × 2 8 കപ്പ്. ഇനി 26 റൂമിലേക്കാകുമ്പോഴോ ഈ 26 ഗുണം 8 26 റൂം, ഒരു റൂമിൽ 8 കപ്പ് വെള്ളം. അപ്പോൾ എത്രയാണ്? 208 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനിയും ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഷൻ ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വളരെ എളുപ്പമാണത്. അത് നമ്മൾ ഡിവിഷൻ ചെയ്യുക. ഫസ്റ്റ് വൺ ഞാൻ ചെയ്ത് കാണിക്കാം. 438 ഡിവൈഡഡ് ബൈ 9. 438 ഡിവൈഡഡ് ബൈ 9. നമ്മൾ എന്താ ചെയ്യുന്നത്? 4 നോക്കും. 4-നകത്തിൽ എന്ത് പറ്റുന്നില്ല? 9-ൽ എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എത്ര എടുക്കും? 43 മൊത്തമായിട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മളെടുത്തത് 43. ഈ 43-ൽ നമ്മൾ 9 എത്ര പ്രാവശ്യം പറ്റും? 4 9s 36. മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 7. എന്നിട്ട് 7 ചെയ്യുമ്പം എന്നിട്ട് ഈ 8-നെ എന്തോ ചെയ്യണം? നമ്മൾ താഴോട്ട് ഇറക്കണം. 78. അപ്പോൾ 9-ൽ 78 എത്ര വരും? 8 പ്രാവശ്യം ആകുമ്പോൾ എത്രയായി? 72. റിമൈനിങ് എത്ര വരും? ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 6. സോ ആൻസർ എന്താണ്? 48. 9 48 ആണ് അതിൻ്റെ ആൻസർ. 9 എന്ന് പറയുന്നത് അതിൻ്റെ ഡിവൈസർ, ഇത് ഡിവിഡൻറ്റ്, ദെൻ റിമൈൻഡർ. ഇനി ഇത് ശരിയാണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ചെക്കിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ, അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുമായിട്ട് പ്ലസ് ചെയ്യുക, അതായത് റിമൈൻഡറുമായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഡിവിഡൻറ്റ് കിട്ടണം, തന്നിരിക്കുന്ന സംഖ്യ കിട്ടണം. മനസ്സിലായോ? അപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻസർ, നമുക്ക് കിട്ടുന്ന ആൻസർ ഇൻറ്റു നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണ് ചെയ്തത്, ബ്രാക്കറ്റിന് പുറത്തെ സംഖ്യ, അതായത് ബ്രാക്കറ്റിന് പുറത്ത് നമ്മളിട്ടിരിക്കുന്ന സംഖ്യ. അപ്പോൾ ആൻസർ ഇൻറ്റു ഡിവൈസർ പ്ലസ് ബാക്കി വന്ന സംഖ്യ 6. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്മൾ ഡിവൈഡ് ചെയ്ത വലിയ സംഖ്യ കിട്ടണം. കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിരിക്കും. ഇങ്ങനെ വേണം ഓരോ പ്രോബ്ലംസും നമ്മൾ ചെയ്ത് നോക്കാൻ. ഇവിടെ ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. 450 ഡിവൈഡഡ് ബൈ 7 നോക്കാം. 450 ഡിവൈഡഡ് ബൈ 7. 7ൻ്റെ ടേബിളിൽ 45 എവിടെ വരുന്നത്? 8 7s അല്ല 8 വരത്തില്ല അല്ലേ? നോക്കാം നമുക്ക്. 450 ഡിവൈഡഡ് ബൈ 7 6 അല്ലേ? 6 7s 42, 42. മൈനസ് ചെയ്ത് 1 5 മൈനസ് 2 എത്ര കിട്ടും? 3 30. ഈ 0 ഇടത്ത് ഇറക്കിയത് അല്ലേ? 7ൻ്റെ ടേബിളിൽ 30 വരുന്ന എത്ര? 7 3s എത്ര? 7 21 7ൻ്റെ 7 4s എത്ര വരുന്നത്? 28 അല്ലേ? 28. റിമൈനിങ് എത്ര വരുന്നത്? 2. അപ്പം നമ്മളിത് ചെയ്യുന്നുണ്ടേ 64 × 7 64 × 7 പ്ലസ് 2 ചെയ്താൽ എത്ര കിട്ടണം? 450 കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോബ്ലം തെറ്റാണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. പ്രോബ്ലംസ് എല്ലാം തനിയെ ചെയ്ത് നോക്കുക, അതർവൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഈ ലെസൺ ഇവിടെ തീരുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.